നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് ഇടതുമുന്നണി. റോഡ് ഷോയുമായി VN വാസവനും കെ അനിൽകുമാറും KM രാധാകൃഷ്ണനും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കോട്ടയം ജില്ലയിൽ പ്രവർത്തനങ്ങൾ ഊർജിതമെന്ന് ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ. പോളിംഗ് സ്റ്റേഷനുകളിൽ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക ക്രമീകരണങ്ങൾ. ആവേശം നിറച്ച് പാലായിൽ ജോസ് കെ മാണിയുടെ റോഡ് ഷോ. ജയസാധ്യത പരിഗണിച്ചാണ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുന്നതെന്ന് ജോസ് കെ മാണി. കോട്ടയം നഗരത്തിലും സമീപ പഞ്ചായത്തുകളിലും കുടിവെള്ളക്ഷാമം. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയ്ക്കെതിരെ ജനപ്രതിനിധികൾ. വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച്, ധർണ. വാർത്തകൾ വിശദമായി. ഏറ്റുമാനൂരിലെ LDF സ്ഥാനാർത്ഥി VN വാസവന്റെ പ്രചരണ പരിപാടികളുടെ ഭാഗമായി റോഡ് ഷോ നടന്നു. നൂറുകണക്കിന് വാഹനങ്ങളും പ്രവർത്തകരും റോഡ് ഷോയിൽ പങ്കാളികളായി. ഏറ്റുമാനൂരിലെ ജനങ്ങളുടെ സ്നേഹം ഏറ്റുവാങ്ങി LDF സ്ഥാനാർത്ഥി VN വാസവന്റെ റോഡ് ഷോ. ഇന്നലെ വൈകിട്ട് പേരൂർ പള്ളിക്കൂടം കവലയിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിവരിച്ചാണ് പ്രചരണം. ഏറ്റുമാനൂർ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് ജനങ്ങളുടെ സ്നേഹം ഏറ്റുവാങ്ങിയാണ് റോഡ് ഷോ കടന്നുപോകുന്നത്. നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളും പ്രവർത്തകരും റോഡ് ഷോയിൽ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി K അനിൽകുമാറിന്റെ റോഡ് ഷോ. നഗരത്തിന്റെ മുക്കിലും മൂലയിലും അനിൽകുമാറിന്റെ പേരുകൾ നിറഞ്ഞു. കോട്ടയം മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് K അനിൽകുമാർ കളം നിറഞ്ഞു. മറ്റ് 2 മുന്നണികളും പ്രചരണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അനിൽകുമാറിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നഗരത്തെ ആവേശം കൊള്ളിച്ച് K അനിൽകുമാറിന്റെ റോഡ് ഷോ നടന്നു. നൂറുകണക്കിന് പ്രവർത്തകരുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും അകമ്പടിയിലായിരുന്നു റോഡ് ഷോ. കൂടാതെ നഗരത്തിന്റെ മുക്കും മൂലയിലും ചുവരെഴുത്തുകളും ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കലും സജീവമായി. ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വിവിധയിടങ്ങളിൽ പ്രകടനം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ആവേശം നിറച്ച് പാലായിൽ ജോസ് കെ മാണിയുടെ റോഡ് ഷോ നടന്നു. ഊരശാല ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ കൊട്ടാരമറ്റത്ത് സമാപിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പാലായിൽ ആവേശം നിറച്ച് റോഡ് ഷോയോടെ LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണിയുടെ പ്രചരണത്തിന് തുടക്കം. നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയിൽ ഊരശാല ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ കൊട്ടാരമറ്റത്ത് സമാപിച്ചു. തുടർന്ന് ബസ് സ്റ്റാൻഡിലെത്തിയ ജോസ് കെ മാണി യാത്രക്കാരെയും വ്യാപാരികളെയും ഓട്ടോ ബസ് തൊഴിലാളികളെയും നേരിൽ കണ്ട് പിന്തുണ തേടി. ജനപിന്തുണയും ജയസാധ്യതയും പരിഗണിച്ചാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുന്നതെന്ന് ജോസ് കെ മാണി പറഞ്ഞു. പാലായിൽ ത്രികോണ മത്സരമെങ്കിലും NDAക്ക് വലിയ റോളില്ലെന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു. എല്ലായിടത്തും ത്രികോണ മത്സരം ഉണ്ടല്ലോ, എല്ലായിടത്തും മിക്കവാറും ഉള്ളിടത്തൊക്കെ NDAയും ഉണ്ട്. അത് അവർക്ക് എവിടെയെങ്കിലും നമുക്ക് മത്സരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അവരുടെ ഒരു പ്രസൻസ് കാണിക്കണമല്ലോ. അതിപ്പോൾ എല്ലായിടത്തും ഉണ്ട്. അതായിട്ട് കണ്ടാൽ മതി. പിന്നെ ഞാനിവിടെ പറഞ്ഞു, ഒത്തിരി വാഗ്ദാനങ്ങൾ പുറകെ വരും. ആ വാഗ്ദാനത്തിൽ ഈ 10 വർഷത്തിൻ്റെ ഏതെങ്കിലും അതൊന്ന് നിറവേറ്റിയോന്ന് മാത്രം നമ്മുടെ ആളുകളൊന്ന് നോക്കിയാൽ മതി. തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് രൂപരേഖ തയ്യാറാക്കാൻ അരുണാപുരം സൺസ്റ്റാർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച മണ്ഡലം LDF ശില്പശാലയിലും വനിതാ ശില്പശാലയിലും പങ്കെടുത്ത ശേഷമായിരുന്നു റോഡ് ഷോ. LDF ശില്പശാല CPM ജില്ലാ സെക്രട്ടറി TR രഘുനാഥും വനിതാ ശില്പശാല മുതിർന്ന നേതാവ് KJ തോമസും ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലാ. പാലായിൽ BJP സുസജ്ജമെന്ന് BJP സ്ഥാനാർത്ഥി ഷോൺ ജോർജ്. പാലാ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വിജയസാധ്യത ഏറെയാണെന്നും ഷോൺ ജോർജ് പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും അന്നും ഇന്നും പറയുന്നൊരു കാര്യമാണ്. പാലാ ഉൾപ്പെടെ 92 സീറ്റുകളിൽ ഇന്ന് 2020 കൂടെ കടന്നു വരുമ്പോൾ 86 സീറ്റ് BJPക്ക് വിന്നിങ് പൊട്ടൻഷ്യലുണ്ട്. 2020 കൂടെ കടന്നു വരുമ്പോൾ 92 സീറ്റിൽ വിന്നിങ് പൊട്ടൻഷ്യലുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് BJP. 92 സീറ്റ് ജയിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവിടെ എവിടെയും ഏത് നിയോജക മണ്ഡലത്തിലും BJPക്ക് അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും. അതിനുള്ള പൊട്ടൻഷ്യലുണ്ട്. കാരണം 15,000 വോട്ടിൽ കൂടുതൽ വോട്ടുള്ള മണ്ഡലങ്ങളാണ്. അപ്പം മനസ്സിലാക്കേണ്ടത് 15,000 വോട്ടെന്ന് പറഞ്ഞാൽ 15,000 പ്രവർത്തകരാണ്, അല്ലാതെ നിഷ്പക്ഷ വോട്ടുകൾ അല്ല വന്നത്. കാരണം വിജയസാധ്യത പലപ്പോഴും കുറവുള്ള സ്ഥലങ്ങളായിരുന്നുണ്ടായിരുന്നു. പക്ഷേ ആ 15,000 പേര് മുന്നിട്ടിറങ്ങിയാൽ ഇവിടെ എന്ത് അത്ഭുതം കാണിക്കാൻ കഴിയും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ തയ്യാറെടുപ്പുകൾ ഊർജിതം. പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ അറിയിച്ചു. പോളിംഗ് സ്റ്റേഷനുകളിൽ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കോട്ടയം ജില്ലയിൽ ഊർജിതമായി പുരോഗമിക്കുന്നതായി ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ 2026 ഫെബ്രുവരി 21 പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടിക പ്രകാരം 9 നിയമസഭാ മണ്ഡലങ്ങളിലായി ആകെ 14,98,824 വോട്ടർമാരാണുള്ളത്. ഇതിൽ
7,30,005 പുരുഷന്മാരും 7,68,805 സ്ത്രീകളും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്ന 14 പേരും ഉൾപ്പെടുന്നുണ്ട്. 3,124 പേർ പ്രവാസി വോട്ടർമാരാണ്. 18-നും 19-നും ഇടയിൽ പ്രായ വിഭാഗത്തിലുള്ള 12,750 പേരും 85 വയസ്സിന് മുകളിലുള്ള 17,906 പേരുമുണ്ട്. 1,624 പേർ സർവീസ് വോട്ടർമാരാണ്. ആകെ 1,791 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പോളിംഗ് സ്റ്റേഷനുകളിൽ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. നമ്മുടെ ജില്ലയിൽ നമുക്ക് ടോട്ടൽ 1,791 പോളിംഗ് ബൂത്ത് ആണ്. ഔട്ട് ഓഫ് ദീസ് 1,791 ബൂത്ത്സ് നമുക്ക് 9 ബൂത്ത്സ് വുമൻക്ക് വേണ്ടിയിട്ട് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് മേടിക്കാം. എല്ലാ ബൂത്തിൽ നമുക്ക് ഗ്രീൻ പ്രോട്ടോകോൾ നമുക്ക് ഫോളോ ചെയ്യാം, നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ പോലെ. അതിനുശേഷം നമ്മുടെ ജില്ലയിൽ മെയിൻ പവർ സഫിഷ്യൻറ്റ് അവൈലബിൾ ആണ്. ഏകദേശം 15,000 മെയിൻ പവറിൻ്റെ നമുക്ക് റിക്വയർമെൻറ്റ് വരും. സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് മെയിൻ പവർ നമുക്ക് അവൈലബിൾ ഉണ്ട്. ഈ രീതിയിൽ പോലെ നമ്മുടെ ജില്ലയിൽ ഓൾറെഡി FLC ചെയ്തത്, ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് ചെയ്തത് സഫിഷ്യൻറ്റ് മെഷീൻ നമ്മുടെ കയ്യിലുണ്ട്. ECIയുടെ പ്രോട്ടോകോൾ പ്രകാരം 125% കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ് ആൻഡ് 135% VVPAT ഓൾറെഡി ജില്ലയിൽ അവൈലബിൾ ആണ്. ജില്ലയിലാകെ 2,239 ബാലറ്റ് യൂണിറ്റുകളും അത്രയും തന്നെ കൺട്രോൾ യൂണിറ്റുകളും 2,412 VVPAT യൂണിറ്റുകളുമുണ്ട്. വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട റാൻഡമൈസേഷൻ മാർച്ച് 19-ന് നടക്കും. എല്ലാ മണ്ഡലങ്ങളുടെയും വരണാധികാരികളുടെയും ഉപവരണാധികാരികളുടെയും കാര്യാലയങ്ങളിൽ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടം ജില്ലയിൽ കർശനമായി പാലിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ക്രമസമാധാനം ഉറപ്പാക്കുന്നതിന് വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി A. ഷാഹുൽ ഹമീദ് പറഞ്ഞു. ആകെ 4,889 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. ജില്ലയിൽ എല്ലാ മേഖലകളിലും പോലീസിന്റെ പരിശോധന നടക്കുന്നുണ്ട്. കളക്ടർ അദ്ദേഹം പറഞ്ഞതുപോലെ സ്റ്റാറ്റിക് സർവൈലൻസ് ടീം, ഫ്ലൈയിങ് സ്ക്വാഡ് ടീം, വീഡിയോ സർവൈലൻസ് ടീം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം പോലീസും മറ്റ് വകുപ്പുകളും സഹകരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയുമുള്ള ഫേക്ക് ന്യൂസുകൾ, അതുപോലെ ഹെയ്റ്റ് സ്പീച്ച്, ഇങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അത് കൃത്യമായിട്ട് അധികാരികളെ അറിയിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അത്തരം വാർത്തകൾ സ്പ്രെഡ് ചെയ്യുന്നതിൽ നിന്ന് എല്ലാവരും വിട്ടു നിൽക്കണം. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ കൃത്യമായിട്ടുള്ള നടപടി എടുക്കാൻ പോലീസ് സന്നദ്ധരാണ്. സോഷ്യൽ മീഡിയ സർവൈലൻസ് ടീമുകൾ നമ്മുടെ ഇന്റലിജൻസ് വിഭാഗം വഴിയും അല്ലാതെയും നമ്മൾ സജ്ജരാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് എല്ലാവരും വിട്ടു നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ITBPയുടെ ഒരു കമ്പനിയെയും ജില്ലയിൽ വിന്യസിക്കും. തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സുനിത ജേക്കബും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പുതുപ്പള്ളി മണ്ഡലത്തിൽ ആവേശമുയർത്തി LDF സ്ഥാനാർത്ഥി KM രാധാകൃഷ്ണന്റെ റോഡ് ഷോ. വാകത്താനത്തു നിന്നും ആരംഭിച്ച റോഡ് ഷോ പാമ്പാടിയിൽ സമാപിച്ചു. പുതുപ്പള്ളി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KM രാധാകൃഷ്ണന്റെ പര്യടനം ആരംഭിച്ചു. നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ വാകത്താനത്തു നിന്നും ആരംഭിച്ച് മീനിടം, പുതുപ്പള്ളി, മണർകാട്, അയർക്കുന്നം, കൂരോപ്പട, അകലക്കുന്നം വഴി പാമ്പാടിയിൽ റോഡ് ഷോ സമാപിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരം വാകത്താനത്ത് ഞാലിയാകുഴിയിൽ കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ജോസഫ് ചാമക്കാല റോഡ് ഷോ ഉദ്ഘാടനം ചെയ്തു. CPI പുതുപ്പള്ളി മണ്ഡലം സെക്രട്ടറി സിബി താളിക്കല്ല് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് റജി സഖറിയ, പുതുപ്പള്ളി ഏരിയ സെക്രട്ടറി സുഭാഷ് P. വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ചുവപ്പണിഞ്ഞ ഇരുചക്ര വാഹനങ്ങളും കാറുകളും അണിനിരന്നതോടെ റോഡ് ഷോ ജനപ്രവാഹമായി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം നഗരത്തിലും സമീപ പഞ്ചായത്തുകളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടും നടപടി സ്വീകരിക്കാത്ത വാട്ടർ അതോറിറ്റി അധികൃതർക്കെതിരെ ജനപ്രതിനിധികളുടെ പ്രതിഷേധം. കോട്ടയത്ത് നടന്ന പ്രതിഷേധം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കോട്ടയം നഗരത്തിലും സമീപ പഞ്ചായത്തുകളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കെ നടപടി സ്വീകരിക്കാത്ത ജല അതോറിറ്റി അധികൃതർക്കെതിരെ കോട്ടയത്ത് ജനപ്രതിനിധികളുടെ പ്രതിഷേധം. കോട്ടയം നഗരസഭയിലെയും വിജയപുരം, പനച്ചിക്കാട് പഞ്ചായത്തുകളിലെയും ജനപ്രതിനിധികൾ ജല അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ദാഹജലം കിട്ടാതെ ജനങ്ങൾ വലയുമ്പോഴും അധികൃതർ കാട്ടുന്ന അനാസ്ഥ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ജനങ്ങളെ കബളിപ്പിക്കുന്നതിന്, ജനങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു പരിധിയുണ്ട്. ആ പരിധി സത്യം പറഞ്ഞാൽ എല്ലാം കടന്നു. ഞങ്ങൾ ജനപ്രതിനിധികൾ എല്ലാവരും കൂടി ചേർന്ന് ഇതിന്റെ പഠിക്കൽ എത്ര ദിവസം വന്നു. നിങ്ങളുടെ മുമ്പിൽ യാതനയോടുകൂടി എത്ര ദിവസം ഞങ്ങൾ കാത്തിരുന്നു. നിങ്ങളുടെ ഓഫീസിനകത്തും പുറത്തും ഞങ്ങൾ വന്നിരുന്ന് എത്ര പ്രാവശ്യം നിങ്ങളോട് അഭ്യർത്ഥിച്ചു. എല്ലാ പ്രാവശ്യവും വെള്ളം തരാം എന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിടുകയാണുണ്ടായത്. ഇനി നിങ്ങൾ വിചാരിച്ചാലും നിങ്ങൾക്ക് ഇത്രയേ ചെയ്യാനുള്ളൂ എന്നെനിക്കറിയാം.
യഥാർത്ഥത്തിൽ കുടിവെള്ളം കൊടുക്കുന്നതിന് വേണ്ടി ബാധ്യതപ്പെട്ട ഗവൺമെന്റ് എല്ലാവരുടെ കയ്യിൽ നിന്നും പണം പിരിക്കുന്നില്ലേ? വെള്ളത്തിന് നിങ്ങൾ ചാർജ് കൂട്ടി. സിബി ജോൺ കൈതയിൽ അധ്യക്ഷനായി. കോട്ടയം നഗരസഭാ ചെയർമാൻ MP സന്തോഷ് കുമാർ, വിജയപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി വാലങ്ങാടൻ, ജയചന്ദ്രൻ ചീരോത്ത്, മോഹൻ കെ നായർ, TC റോയ്, സിസി ബോബി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയത്തെ അക്ഷരം മ്യൂസിയം തുടർഘട്ടങ്ങളുടെ നിർമ്മാണത്തിന് തുടക്കമായി. അക്ഷരം മ്യൂസിയം മലയാളത്തെ കൂടുതൽ സമ്പന്നമാക്കിയെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി VN വാസവൻ പറഞ്ഞു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ഉടമസ്ഥതയിലുള്ള നാടകം ഇന്ത്യ പ്രസ് പുരയിടത്തിൽ സഹകരണ വകുപ്പ് നിർമ്മിച്ച അക്ഷരം മ്യൂസിയത്തിന്റെ തുടർഘട്ടങ്ങളുടെ നിർമ്മാണോദ്ഘാടനവും SPCS അക്ഷര പുരസ്കാര സമർപ്പണവും സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിച്ചു. മലയാളത്തെ കൂടുതൽ സമ്പന്നമാക്കാൻ കോട്ടയത്തെ അക്ഷരം മ്യൂസിയത്തിന് കഴിഞ്ഞെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഇപ്പോൾ രണ്ടാം ഘട്ടം കൂടി കഴിയുന്നതോടുകൂടി ലോകത്തെ 6000-ൽ പരം ഭാഷകളും അതിൻ്റെ ലിപികളും അതിൻ്റെ പരിണാമങ്ങളും പരിചയപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഷാസ്നേഹികളെയും അതുപോലെ തന്നെ വിജ്ഞാനദാഹികളെയും എത്ര കണ്ട് ഏറ്റവും കൂടുതൽ ആനന്ദത്തിൽ ആറാടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാം. അവരെല്ലാം പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ് ഭാഷയുടെ ഉൽപ്പത്തി, അതിൻ്റെ പരിണാമം എങ്ങനെയാണ് എന്നെ സംബന്ധിച്ച് പഠിക്കാൻ മനസ്സിലാക്കാനല്ല. ഭാഷയില്ലെങ്കിൽ നമ്മുടെ സമൂഹമില്ല, സമൂഹത്തിൻ്റെ പുരോഗതിയില്ല. മാനവരാശിയുടെ ഇന്ന് കാണുന്ന സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം തിരിച്ചറിയുന്നത് ഭാഷയിലൂടെയാണ്. അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും വികാരവിചാരങ്ങൾ തിരിച്ചറിയുന്നത് ഭാഷയിലൂടെയാണ്. ആ ഭാഷയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്ന സുപ്രധാനമായ ഘടകം എന്ന കാര്യത്തിൽ സംശയം വേണ്ട. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഏർപ്പെടുത്തിയ അക്ഷര പുരസ്കാരം സാഹിത്യകാരൻ UK കുമാരന് ചടങ്ങിൽ മന്ത്രി സമ്മാനിച്ചു. നാടകം ഇന്ത്യ പ്രസ് പുരയിടത്തിൽ നടന്ന ചടങ്ങിൽ SPCS പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ഹരികുമാർ അധ്യക്ഷത വഹിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. കിഫ്ബിയുടെ 16.18 കോടി രൂപ ധനസഹായത്തോടെയാണ് തുടർന്നുള്ള 3 ഘട്ടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക. ലോകത്തിലെയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട ലിപികളുടെ പരിണാമ ചരിത്രം, മലയാള കവിതാ സാഹിത്യ ചരിത്രം, ഗദ്യ സാഹിത്യ ചരിത്രം, വൈജ്ഞാനിക സാഹിത്യം എന്നിവ അടയാളപ്പെടുത്തുന്ന 8 ഗ്യാലറികൾ ഉൾപ്പെട്ടതാണ് അടുത്ത ഘട്ടങ്ങൾ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് ഇടതുമുന്നണി. റോഡ് ഷോയുമായി VN വാസവനും K അനിൽകുമാറും KM രാധാകൃഷ്ണനും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കോട്ടയം ജില്ലയിൽ പ്രവർത്തനങ്ങൾ ഊർജിതമെന്ന് ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ. പോളിംഗ് സ്റ്റേഷനുകളിൽ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക ക്രമീകരണങ്ങൾ. ആവേശം നിറച്ച് പാലായിൽ ജോസ് കെ മാണിയുടെ റോഡ് ഷോ. ജയസാധ്യത പരിഗണിച്ചാണ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുന്നതെന്ന് ജോസ് കെ മാണി. കോട്ടയം നഗരത്തിലും സമീപ പഞ്ചായത്തുകളിലും കുടിവെള്ളക്ഷാമം. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയ്ക്കെതിരെ ജനപ്രതിനിധികൾ. വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച്, ധർണ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.